എറണാകുളം കോതമംഗലത്തിന് സമീപം ബസിന്റെ അമിതവേഗം ചോദ്യം ചെയ്തതിന് പിന്നാലെ റോട്ടിൽ സംഘർഷം. സ്വകാര്യ ബസ് ജീവനക്കാരും നാട്ടുകാരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. ആദ്യം അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി ലാൽകൃഷ്ണൻ ചെയ്യുന്നു. ലാൽ, എന്താണ് സംഭവിച്ചത്? സൂര്യമായിട്ട് 7:50-8 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആലുവ മൂന്നാർ റോഡിൽ തങ്കളം ജംഗ്ഷൻ സമീപത്ത് വെച്ചാണ് സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പെരുമ്പാവൂർ ഭാഗത്ത് നിന്ന് കോതമംഗലത്തേക്ക് വരികയായിരുന്ന ബസ് റോങ് സൈഡിലേക്ക് കയറുകയും എതിർദിശയിൽ വന്ന ഒരു കാറിന് മുന്നിലേക്ക് വട്ടം വെക്കുകയാണ് ഉണ്ടായത്. കാർ ഡ്രൈവർ പരിഭ്രാന്തനായി പെട്ടെന്ന് റോഡിൽ നിന്ന് വണ്ടി മാറ്റാതെ ഇറങ്ങിയതോടുകൂടി ബസിന്റെ അതുണ്ടായിരുന്ന ഡ്രൈവർ അടക്കമുള്ള ആളുകൾ തിരികെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. നാട്ടുകാരെത്തി സംഘർഷത്തിലേക്ക് സാഹചര്യങ്ങൾ കൂടുതൽ പോവുകയും ഉണ്ടായി. ഈ സമയത്ത് പുറത്തുനിന്ന് എത്തിയ ഒരാള് ബസിന്റെ സൈഡിലെ മിററിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങിയതോടുകൂടി ബസ് ഡ്രൈവർ കൂടുതൽ പ്രകോപിതനാവുകയും ആ ബസ് മുന്നോട്ടെടുത്ത് കാറിന്റെ ഫ്രണ്ട് ഇടിക്കുകയും ചെയ്തിരുന്നു. അതോടുകൂടി ആളുകൾ കൂടുകയും ബസ് പൂർണ്ണമായും തടഞ്ഞു വെക്കുന്ന സ്ഥിതിയിലേക്ക് മാറി. വണ്ടിയിൽ യാത്രക്കാരെല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല. തുടർന്ന് കോതമംഗലത്തിന് പോലീസ് സംഘം എത്തി ബസ് ഡ്രൈവറെയും ബസ്സും കസ്റ്റഡി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. നേരത്തെ ഇതേ റൂട്ടിൽ തന്നെ ബസ് സർവീസ് നടത്തുന്നതിനിടയിൽ അമിത വേഗത്തിൽ പോവുകയും വാഹനങ്ങൾ ഇടിക്കാൻ ഉള്ള രീതിയിൽ വാഹനം ഓടിച്ചതിനും ഈ ബസ്സും ബസ് ഡ്രൈവറും നടപടി നേരിട്ടിട്ടുള്ള ആളുകളാണ്. പെരുമ്പാവൂർ ഭാഗത്ത് വെച്ച് ഒരു തവണ എതിർദിശയിൽ ഒരേ ദിശയിൽ പോയിരുന്ന വാഹനങ്ങൾ ഒരേ ട്രാക്കിലൂടെ പോവുകയും എതിർദിശയിൽ വന്ന വാഹനങ്ങൾ ഇടിക്കാൻ ശ്രമിച്ചതിനും നിയമ നടപടികൾ നേരിട്ട വാഹനം കൂടിയാണ്. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഇതൊന്നും പരിഗണിക്കാതെയാണ് ആലുവ പോത്താനിക്കാട് റൂട്ടിലോടുന്ന ഏതൻസ് എന്ന് പറയുന്ന ബസ് വീണ്ടും ഇത്തരം പരാക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴയുള്ള സമയമായിരുന്നു. അതുപോലും പരിഗണിക്കാതെയാണ് അമിത വേഗത്തിൽ പോയത്. മാത്രമല്ല ഇതൊരു വളവുള്ള മേഖലയാണ്. അതായത് തങ്കളം ജംഗ്ഷനിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള വളവുള്ള ഒരു പ്രദേശം, അത്യാവശ്യം നല്ലൊരു ഇറക്കവുമാണ്. ആ ഭാഗത്ത് വെച്ചിട്ടാണ് അമിത വേഗത്തിലെത്തുകയും സൈഡ് തെറ്റിച്ചുകൊണ്ട് ട്രാക്ക് തെറ്റിച്ചുകൊണ്ട് വാഹനം ഓടിച്ച് ഒരു കാറിലേക്ക് ഇടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. എന്തായാലും മേൽ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് നിലവിൽ പോലീസ് നമ്മളോട് നൽകുന്ന വിവരം. എത്ര കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കുന്നില്ല സ്വകാര്യ ബസ്സുകാർ. നിരത്തിൽ അവരുടെ അഴിഞ്ഞാട്ടം തുടരുകയാണ്. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗുണ്ടായിസമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.